വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. റോയൽ എൻഫീൽഡ് പിന്നെ ഒരു പുതിയ ബൈക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഫോൺ ഇറക്കുന്ന പോലെയാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് ബൈക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മാസം ഇങ്ങനെ പുതിയ മോഡൽ അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ വന്നേക്കുന്നത് സ്ക്രാം 440 ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു പേരൊക്കെ കേൾക്കാൻ വിചാരിക്കും നമ്മുടെ സ്ക്രാം 440 ഇത്തവണ നല്ലൊരു ലിക്വിഡ് കൂടെയുള്ള പവർഫുള്ളായ എഞ്ചിനൊക്കെ വെച്ചെന്ന്. എന്നാൽ ഇതൊന്നുമല്ല, ഇത് നമ്മുടെ പഴയ സ്ക്രാം 411 തന്നെയാണ്. ലുക്കിൽ നോക്കുകയാണെങ്കിൽ യാതൊരുവിധ മാറ്റവും ഇല്ല. സ്ക്രാം 411 ഇരുന്ന് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു വണ്ടി ഇരിക്കുന്നത്. കുറച്ച് ഗ്രാഫിക്സും കളർ തീമൊക്കെ മാറി, അല്ലാണ്ട് ലുക്കിൽ ഒരു മാറ്റവും അവർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതിന് രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് ട്രെയിൽ എന്ന് പറഞ്ഞൊരു വേർഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു വേർഷനും വരുന്നുണ്ട്. ട്രെയിൽ വേർഷൻ നോക്കുകയാണെങ്കിൽ അതിൽ ബ്ലൂവും ഗ്രീനും മാത്രമേ കളർ വരുന്നുള്ളൂ. എന്നാൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ 3 കളേഴ്സ് വരുന്നുണ്ട്. ബ്ലൂ വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്, പിന്നെ ഒരു ടീൽ കളറും വരുന്നുണ്ട്. അത് നല്ല അട്രാക്റ്റീവായ ഒരുപാട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ലുക്കിൽ വലിയ മാറ്റമൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല. നേരത്തെ ഇരുന്ന് എങ്ങനെയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്നത്. ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ നോക്കിയാൽ നമ്മൾ ആ ഒരു മീറ്ററിലെ കണ്ടുപോലത്തെ ആ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ മീറ്ററാണ് ഇതിൽ വന്നേക്കുന്നത്. അതിലൊന്നും യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. പിന്നെ ഹാർഡ്വെയർസിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും കാര്യമായിട്ട് മാറ്റമൊന്നും പറയാനില്ല. 41 mm ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. റിയറിൽ മോണോഷോക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ സസ്പെൻഷന് 190 mm ട്രാവൽ വരുന്നുണ്ട്. റിയറിൽ നോക്കുകയാണെങ്കിൽ 180 mm ട്രാവൽ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ വന്നേക്കുന്നത് 300 mm ഡിസ്ക്കാണ്. റിയറിൽ വന്നേക്കുന്നത് 240 mm ഡിസ്ക്കാണ്. അതേപോലെ തന്നെ 795 mm ആണ് വണ്ടിക്ക് സീറ്റേറ്റ് വരുന്നത്. 15 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 19 ഇഞ്ചും റിയറിൽ 17 ഇഞ്ചും വരുന്നത്. അത്യാവശ്യം ടൂറിംഗ് ഫ്രണ്ടിലേക്കാണ് വണ്ടി. നമുക്കറിയാം ആ ഒരു പഴയ ആ ഒരു ഹിമാലയൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്. അതുകൊണ്ട് വണ്ടിക്ക് നല്ല കംഫർട്ടാണ്. പിന്നെ ആ ഒരു ഹിമാലയൻ്റെ പോലത്തെ ആ ഒരു ADV ബൈക്കിന് ലുക്കില്ലെങ്കിലും സസ്പെൻഷൻ ട്രാവലൊക്കെ നല്ലപോലെ ഉണ്ട്, നല്ല കംഫർട്ടുണ്ട്. ടൂറിങ്ങിനും അടിപൊളിയായിരിക്കും. അത്യാവശ്യം ചെറിയ ഓഫ് റോഡിനും ഈ ഒരു വണ്ടി അടിപൊളിയായിരിക്കും. 15 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്ക് വരുന്നതുകൊണ്ട് തന്നെ ടൂറിംഗ് പോകാൻ ഈ വണ്ടി അടിപൊളിയായിരിക്കും. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ എഞ്ചിന് വലിയ മാറ്റമൊന്നുമില്ല. നമ്മുടെ ആ ഒരു പഴയ 411 എഞ്ചിൻ തന്നെയാണ്. അതിൻ്റെ ഒരു ബോർ സൈസ് വലുതാക്കി അവരിപ്പം ഈ ഒരു എഞ്ചിനെ 443 cc ആക്കിയൊക്കെയാണ്. 443 cc ഉള്ള ഒരു സിംഗിൾ സിലിണ്ടർ എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. പവർ ഏകദേശം 1 bhp കൂട്ടുണ്ട്. ഇപ്പോൾ വണ്ടിക്ക് 25.5 HP പവർ വരുന്നുണ്ട്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 34 Nm ആണ്. അതായത് 2 Nm ടോർക്കും ഈ ഒരു വണ്ടിക്ക് കൂട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇതിപ്പം 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് അവർ കൊടുത്തേക്കുന്നത്. നേരത്തെ പോലെ ആ ഒരു പഴയ 5 സ്പീഡ് ഗിയർ ബോക്സ് അല്ല, ഇപ്പോൾ ഇതിന് 6 സ്പീഡ് ഗിയർ ബോക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ടൂറിങ്ങിന് അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഹൈവേ ക്രൂസിങ്ങിനൊക്കെ അടിപൊളിയായിരിക്കും. കാരണം ഇപ്പം 6 ഗിയറും കൂടെ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെങ്കിൽ 2.3 lakh ആണ് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.